കെ എസ് ഹരിഹരൻ വീണ്ടും ABC പ്ലാറ്റ്ഫോമിൽ. സന്തോഷമുണ്ട്. ഹരി, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ നമ്മുടെ ടോക്കിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ആദ്യം നടന്നത് കേരളത്തിലെ CPM എന്തുകൊണ്ട് പിണറായി വിജയന്റെ ഭരണത്തോടുള്ള അതി കഠോരമായ ജനരോഷം കൊണ്ട് തോറ്റടിഞ്ഞത് എന്തുകൊണ്ട് എന്ന് വ്യാപകമായ ചർച്ച നടന്നു. സംസ്ഥാന കമ്മിറ്റി അതിരൂക്ഷമായി വിലയിരുത്തി നമ്മൾ പുറത്ത് ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിലൂടെ അറിയുന്നു. അതേസമയത്ത് അത് കഴിഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റി ചെയ്യുന്നത്, കേന്ദ്ര കമ്മിറ്റിയിൽ പക്ഷേ ഇവരൊക്കെ കൂടി ചേർന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് വാർത്തകളിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇവരൊക്കെ കൂടി ചേർന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ഒടുവിൽ പിണറായിയുടെ മുഖം രക്ഷിക്കാനും വെള്ളപൂശാനുള്ള ശ്രമം അവിടെ നടത്തി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കേന്ദ്ര കമ്മിറ്റി വഴങ്ങിയില്ല എന്നാണ് അറിയുന്നത്. ഇതുകൊണ്ട് തീരില്ല, അടിമുടി തിരുത്തൽ ആവശ്യമുണ്ട് എന്ന് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു എന്ന് അറിയുന്നു. അപ്പോ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോ ഇന്ന് ഹരി സംസാരിക്കേണ്ടത്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഊന്നിയാണ്. ഒന്ന്, പിണറായി വിജയന്റെ ചെലവിൽ കഴിയുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി, അങ്ങനെ പറഞ്ഞാൽ CPM-കാര് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാ കാലത്തും എവിടെയാണോ ഭരണമുള്ളത് ആ പാർട്ടിക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന പണം കൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയുടെ സകലമാന വട്ടച്ചെലവുകളും കഴിഞ്ഞു പോകുന്നത്. ഇപ്പൊ അത് കൊടുക്കാൻ ആകെയുള്ളത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ചെലവിൽ കഴിയുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി ഏതളവ് വരെ പിണറായി വിജയനെ തിരുത്താനാവും? ഇവിടെ ഇപ്പൊ പാർട്ടിയെ തിരുത്തുക എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനവും സംസ്ഥാനവും ഒക്കെ ഒരാളാണ്, അത് പിണറായി വിജയൻ എന്ന എലമെന്റ് ആണ്. അപ്പൊ പിണറായി വിജയനെ കുന്നിക്ക് പിടിച്ചിട്ട് തിരുത്താനുള്ള, അല്ലെങ്കിൽ നിലക്ക് നിർത്താനുള്ള, മാറ്റി നിർത്താനുള്ള, അങ്ങനെ പാർട്ടിയെ രക്ഷിക്കാനുള്ള ആർജവും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി കാണിക്കുമോ എന്നതാണ് ഒന്ന്. രണ്ട്, ഇനി അങ്ങനെ ആത്മാർത്ഥമായ അതിശക്തവും രൂക്ഷവുമായ ഒരു തിരുത്തിന് കേന്ദ്ര കമ്മിറ്റി മുതിർന്നാൽ അടുത്ത ചോദ്യം, ഒരു തിരുത്തിനെ അതിജീവിക്കാനുള്ള ഒരു ഒരു ബാല്യം, അല്ലെങ്കിൽ സംഘടനാപരമായ, അല്ലെങ്കിൽ ആശയപരമായ ദാർഢ്യം, സംഘടനാപരമായ ഉൾക്കരുത്ത്, സംഘടനാപരമായ ശക്തി CPM-നുണ്ടോ? നേർക്കുനേരെ ചോദിച്ചാൽ കേന്ദ്ര കമ്മിറ്റിക്ക് തിരുത്താനാവുമോ? ഒരു തിരുത്തിന് ഉള്ള ബാല്യം ഇനി CPM-ന് ബാക്കിയുണ്ടോ? ഈ രണ്ട് പോയിന്റിനെ മുൻനിർത്തിയാണ് നമുക്കൊരു ഒരു പരമാവധി സമയം ഹരിക്ക് അറിയാവുന്നതുപോലെ ഒരു 20 മിനിറ്റ് ആണ്. ഹരി സംസാരിച്ചു തുടങ്ങിക്കോളൂ. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, ഒരു തിരുത്തലിന് കേന്ദ്ര കമ്മിറ്റിക്ക് സാധ്യതയുണ്ടോന്നുള്ളതാണ്. കേന്ദ്ര കമ്മിറ്റി വിചാരിച്ചാൽ നടക്കുമെന്നുള്ളതാണ്. കേന്ദ്ര കമ്മിറ്റി വിചാരിച്ചാലും നടക്കണമെന്നില്ല. കാരണം പശ്ചിമ ബംഗാളിനെ അനുഭവിച്ചിട്ട്, പശ്ചിമ ബംഗാളിലെ അവസാന കാലത്ത് ബുദ്ധദേവ് ഈ പിണറായി വിജയനേക്കാൾ ഔദ്യത്തിലുള്ള ആളായിരുന്നു. അഴിമതിക്കാരനായിരുന്നില്ല, അഹങ്കാരിയായിരുന്നു. ബുദ്ധദേവനെതിരെ രൂക്ഷമായ വിമർശനം ബംഗാളിലെ പാർട്ടിയിൽ നിന്ന് വരുന്നു വന്നു. സൈഫുദ്ദീൻ ചൗധരിയെ പോലുള്ളവര്, അശോക് മിത്രയെ പോലുള്ളവര്, സോമാ ചാറ്റർജിയെ പോലുള്ളവരൊക്കെ ഈ നിലപാടിനെ എതിർത്തുകൊണ്ടിരുന്ന ആളുകളാണ് ഒരർത്ഥത്തിൽ, പല രീതിയിലാണെങ്കിലും. പക്ഷേ ബുദ്ധദേവിനെ കെട്ടഴിച്ചു വിടുകയാണ് അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് ചെയ്തത്. അത് വളർന്നിട്ട് ബുദ്ധദേവ് മുതലാളിത്തം എന്നുള്ളത് ശാശ്വതമായ ഒരവസ്ഥയാണ്, തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയത്തിന് വലിയ ഭാവിയില്ല എന്ന് പരസ്യമായിട്ട് പ്രസംഗിക്കുന്നിടം വരെ ജീർണിച്ചു പോയിരുന്നു. തൊഴിലാളി വർഗ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. എന്നിട്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ടാറ്റയ്ക്ക് വേണ്ടി വലിയ സൗജന്യങ്ങൾ കൊടുക്കുന്നു, മുതലാളിമാരെ എല്ലാം ക്ഷണിച്ചു കൊണ്ടുവരുന്നു. പ്രഭാത് പട്നായിക്കിനെ പോലുള്ള ഒരു സാമ്പത്തിക നയത്തിൽ ബുദ്ധദേവിന്റെ രൂക്ഷ വിമർശകരായിരുന്നു അശോക് മിത്രയും. പക്ഷേ ഈ പ്രകാശ് കാരാട്ട് അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ചാലും മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ബംഗാൾ മുഴുവൻ ഒലിച്ചുപോയി. അവിടുത്തെ ക്രിമിനൽവൽക്കരണം, മാഫിയവൽക്കരണം, അഴിമതി, അരാഷ്ട്രീയവൽക്കരണം എല്ലാം ബംഗാളിലെ CPM-നെ തകർത്തു. ത്രിപുരയിൽ വേറെ രീതിയിലാണ്. പക്ഷെ ത്രിപുരയിലെ യാഥാർത്ഥ്യങ്ങൾ കാണാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് പാർട്ടി ദുർബലപ്പെട്ടു പോയി. ഇപ്പൊ കേരളത്തിൽ വരുമ്പോ ബംഗാളിന്റെയും ത്രിപുരയുടെയും പാഠം പഠിക്കണമെന്നാണ് ഇന്നലെ പ്രകാശ് കാരാട്ട് കണ്ണൂരിൽ പാർട്ടി സഹാക്കളോട് പ്രസംഗിച്ചത്. ആ പാഠം പഠിക്കേണ്ട യഥാർത്ഥത്തിൽ പ്രകാശ് കാരാട്ടാണ്. അദ്ദേഹമായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി. കേരളത്തിലെ പാഠം വേറൊന്നാണ്. കേരളത്തിലെ CPM-നകത്ത് നടന്ന ഏറ്റവും വലിയ ആശയ സമരം എന്ന് പറയുന്നത് നമുക്കറിയാലോ, മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിലാണ്. മലപ്പുറത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് PS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധികളും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധികളും തമ്മിലുള്ള വലിയ രൂക്ഷമായ ഏറ്റുമുട്ടലായിരുന്നു. അപ്പോൾ ഓരോ അരമണിക്കൂറും കഴിയുമ്പോൾ ഈ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും S രാമേന്ദ്ര പിള്ളയും പോളിറ്റ് ബ്യൂറോ എന്നുള്ള ബലം ഉപയോഗിച്ചിട്ട് വന്ന് പ്രതിനിധികളോട് സംസാരിക്കുകയായിരുന്നു ആ സമ്മേളനത്തിൽ. നിങ്ങൾ എങ്ങനെ പരസ്പരം പോരടിച്ചാൽ പാർട്ടി വളർന്നു പോകും, അതുകൊണ്ട് നമുക്ക് ഐക്യം വേണം, അതുകൊണ്ട് നമുക്ക് പിണറായി വിജയൻ തന്നെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കണം. അങ്ങനെ പോളിറ്റ് ബ്യൂറോയുടെ ഒരു സമ്മർദ്ദവും ബലപ്രയോഗവും ഭീഷണിയും ഒക്കെയാണ് പിണറായി വിജയനെ വീണ്ടും സെക്രട്ടറി ആയിട്ട് വരാൻ മലപ്പുറം സമ്മേളനത്തിൽ സഹായിച്ചത്. കേരളത്തിലെ CPM-ന്റെ ചരിത്രത്തിലെ എല്ലാ തകർച്ചയുടെയും തുടക്കം ആ സമ്മേളനത്തോടു കൂടിയാണ്. PS അച്യുതാനന്ദന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും പാർട്ടിക്ക് പുറത്താക്കപ്പെട്ടു.
പിണറായി വിജയൻ ആവശ്യമുള്ള ക്രോണികളെ മുഴുവൻ അയാൾ കൊണ്ടുവന്നു, അയാൾ തൊമ്മികളെ മുഴുവൻ കൊണ്ടുവന്നു. തൊമ്മികളുടെ ഒരു പാർട്ടിയായിട്ട് കഴിഞ്ഞ 10-30 കൊല്ലം കൊണ്ട് CPM-നെ മാറ്റുന്നതിൽ പിണറായി വിജയൻ സെക്രട്ടറി ആയ ഘട്ടം മുതൽക്കുള്ള നിരന്തരമായ നടപടികളുണ്ട്. അങ്ങനെ വി എസിന്റെ കയറി കൂടെ വന്ന നിന്ന ആളുകളാണ് ഒരു ഒറ്റ കാര്യം കൂടി, വി എസിന്റെ കൂടെ നിന്ന യഥാർത്ഥ അവസരവാദികൾ തക്കം നോക്കി കൂറുമാറിയതും അന്ന് മുതലാണ്. അതെ, അന്ന് മുതലാണ് പിണറായി വിജയന്റെ കൂടെ ചേർന്നു. അപ്പൊ അവർക്ക് അധികാരം, പദവികൾ, പണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10-25 കൊല്ലം കൊണ്ടാണ് ഈ പാർട്ടി ജീർണിക്കുന്നത്. ഈ പാർട്ടിയുടെ ജീർണത എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സെക്രട്ടറി ആയത് മുതൽക്ക് തുടങ്ങുന്ന ജീർണതയാണ്. അതിനൊക്കെ പിന്തുണച്ച ആളുകളാണ് ഈ കേന്ദ്ര കമ്മിറ്റി. പ്രകാശ് കാരാട്ടായാലും സീതാറാം യെച്ചൂരി ആയാലും ഈ പിണറായി വിജയന്റെ അമിതാധികാര പ്രവണതകൾ, അഴിമതികൾ, ലാവ്ലിൻ കേസ് തൊട്ടുള്ള ഇടപാടുകളൊക്കെ സംരക്ഷിച്ച ആളുകളാണ്. ആ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ തകർത്തത്. പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്ത പാർട്ടി അയാളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണ്, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ചടയം ഗോവിന്ദന്റെ മരണത്തിന് ശേഷമുള്ള പാർട്ടി എന്ന് പറയുന്നത് വേറൊരു പാർട്ടിയാണ്, അതൊരു ബൂർഷ സോഷ്യൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ഫാഷിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയെ തിരുത്താൻ സിദ്ധാന്തങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ പാർട്ടിയെ തിരുത്തണമെങ്കിൽ പ്രായോഗിക നടപടികൾ വേണം. പ്രായോഗിക നടപടി എന്ന് പറയുന്നത് പാർട്ടിയെ ഒന്നാകെ അഴിച്ചുപണിയലാണ്. പുതിയ നേതൃത്വം വേണം, പുതിയ ആശയ സംഹിതകൾ വേണം, നിരന്തരമായ പ്രത്യയശാസ്ത്ര സമരം വേണം, ഉൾപാർട്ടി സമരങ്ങൾ ആവശ്യമുണ്ട്, സ്വയം വിമർശനം ആവശ്യമുണ്ട്, വിമർശനം ആവശ്യമുണ്ട്. ഇതൊക്കെ നയിക്കാൻ പറ്റുന്ന ഒരു ദൈക്ഷണിക നേതൃത്വം ഇന്ന് നിർഭാഗ്യവശാൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്കോ കേന്ദ്ര കമ്മിറ്റിക്കോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവർ പഴയ ചില അനുഭവങ്ങൾ വെച്ച് വന്ന് പ്രസംഗിക്കുകയല്ലാതെ പ്രായോഗികമായിട്ട് അവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ബംഗാളിലെ തകർച്ചയ്ക്ക് ശേഷമാണ് ത്രിപുര തകരുന്നത്. ത്രിപുരയിൽ എന്തുണ്ടായെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് യഥാർത്ഥ ധാരണയില്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നല്ലാതെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഈ പാർട്ടിയുടെ ഘടനയിൽ വന്ന മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ടത്. ഘടനാപരമായ ഒരു അഴിച്ചുപണിയാണ് വേണ്ടത്. അതിന് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും നേതൃത്വം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വേണ്ടത്. പിണറായി വിജയനെ മാറ്റുക എന്നുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പിണറായി വിജയന്റെ തൊമ്മികളായിട്ട് സെക്രട്ടേറിയറ്റിൽ നിരന്നിരിക്കുന്ന അരാഷ്ട്രീയവാദികളെ, അവസരവാദികളെ നീക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അടിത്തട്ടിൽ പാർട്ടിക്ക് വേണ്ടി പിണറായിയെ മാറ്റുക എന്നതിലേറെ അതിനു മുമ്പേ ചെയ്യേണ്ടത് പിണറായി ഒരുതരം മെറ്റമോർഫസിന് വിധേയമാക്കി കഴിഞ്ഞ, രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞ ഇന്നത്തെ കേരളത്തിലെ CPM-നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാക്കി മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലേ? അതെ 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 ഒരു സോഷ്യൽ ഫാഷിസ്റ്റ് പാർട്ടിയെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാന്നുള്ള പരീക്ഷണമാണ് നടത്തേണ്ടത്. അത് പക്ഷെ എളുപ്പമല്ല. ലോകത്ത് പല രാജ്യങ്ങളിലും ഇങ്ങനെ ഈ ഒരു പരിണാമം വന്നിട്ട് തിരിച്ചു പോയിട്ടില്ല. വലത്തോട്ട് പോയ ഒരു പാർട്ടിയും പിന്നെ ഇടത്തോട്ട് പോയ ചരിത്രം ലോകത്തിലില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം മുസോളിനിയെ കുറിച്ച് പറയും, ഇറ്റലിയെ കുറിച്ച് പറയും, ഇറ്റാലിയൻ ഫാഷിസ്റ്റ് എന്നൊക്കെ പറയും. മുസോളിനി ഇറ്റലിയിലെ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു, അതാണ് ആളുകൾ മറന്നു പോകുന്നത്. ഇറ്റലിയിലെ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മുസോളിനി. ആ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഒരു ഫാഷിസ്റ്റ് പാർട്ടിയാക്കി മാറ്റി തീർക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കേണ്ട വലിയൊരു പാഠം അതിനകത്തുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെങ്കൊടി മാത്രമല്ല, അല്ലെങ്കിൽ കുറെ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, അതിനകത്ത് കേഡർമാർ, കമ്മ്യൂണിസ്റ്റുകാരായ ബോൾഷെവിക്കുകളായ കേഡർമാർ വേണം. ആ കേഡർമാരില്ലാത്ത ഒരു പാർട്ടി, ബോൾഷെവിക് നേതാക്കൾ ഇല്ലാത്ത ഒരു പാർട്ടി, ആ സ്വഭാവത്തിലുള്ള നേതാക്കളില്ലാത്ത ഒരു പാർട്ടി വലതുപക്ഷ പാർട്ടിയായിട്ട് മാറും. കേരളത്തിൽ സംഭവിച്ചതാ. അതുകൊണ്ട് പിണറായി വിജയനെ തിരുത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് ആക്കുക എന്നുള്ളത് അതിനേക്കാൾ എളുപ്പം നമുക്കൊരു നായയുടെ വാല് നേരെയാക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ദൗർബല്യമാണ്. കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത് നേരത്തെ AP പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ നടത്തിപ്പോകുന്ന ഒരു സംവിധാനമാണ്. തെലങ്കാനയിൽ നിന്ന് മാത്രമേ നോക്കിയവർക്ക് പണം കിട്ടുന്നുണ്ട്, പക്ഷെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത്. കാരണം കേരളത്തിൽ തുടർഭരണമുണ്ട്, മുതലാളിത്തവൽക്കരണം കൂടുതലുണ്ട്, മുതലാളിമാരുടെ എണ്ണം കൂടുതലുണ്ട്, ഗൾഫിൽ നിന്നുള്ള പണം പിരിവിനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ കേരളം വലിയൊരു സാമ്പത്തിക സമാഹരണത്തിന്റെ ഹബ്ബാണ്, മണി ഹബ്ബാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് വലിയ സ്വാധീനം പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. ഈ പണം കൊണ്ടുണ്ടാക്കിയ സ്വാധീനമാണ്, അല്ലാണ്ട് രാഷ്ട്രീയമായി ഇവിടുന്ന് ഏതെങ്കിലും നിലയ്ക്ക് രാഷ്ട്രീയ ധാരണ ആരെങ്കിലും പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായതുകൊണ്ടല്ല. നമ്മൾ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ എടുത്തു നോക്കുക. വിജയരാഘവനാണ് ഒരു പുതിയ മെമ്പർ, കൊള്ളാവുന്നൊരു മെമ്പർ. ബേബിയാണ് വേറൊരു മെമ്പർ. എസ് രാമചന്ദ്രൻ പിള്ളയായിരുന്നു വളരെ കാലം നയിച്ചുകൊണ്ടിരുന്ന ഒരാള്. ഈ ആളുകളൊക്കെയാണ് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത്. പിണറായി വിജയനാണ്, ഗോവിന്ദൻ മാഷാണ്. ദൈക്ഷണികമായ ശേഷി കൊണ്ടല്ലല്ലോ അവരൊന്നും നിൽക്കുന്നത്. RSS-ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പുതിയ പ്രശ്നം ആ നിലയ്ക്ക് മനസ്സിലാക്കി പറയാൻ പറ്റുന്ന ആരും അതിനെ പോളിറ്റ് ബ്യൂറോയിലില്ല. കേന്ദ്ര കമ്മിറ്റിയുടെ നില അതിനേക്കാൾ പരിതാപകരം. കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടം മാത്രമാണ്, കുറെ നമ്പറുകൾ മാത്രമാണ്, കാര്യമൊന്നുമില്ല.
അപ്പൊ ഇവര് ഏതെങ്കിലും നിലയ്ക്ക് കേരളത്തിലെ പാർട്ടിയെ തിരുത്താനോ ചെവിക്ക് പിടിക്കാനോ കഴിയുന്ന ആളുകളല്ല, ദുർബലരാണ്. പിന്നെ കേരളം കഴിഞ്ഞാൽ മറ്റു സ്റ്റേറ്റുകളിലുള്ളവർക്ക് ഇതിനകത്ത് യാതൊരു പ്രാധാന്യമില്ല, അവരെ ആരും വില വെക്കുന്നില്ല. ബംഗാളിലുള്ള ആൾക്കൊന്നും യാതൊരു പ്രാധാന്യം, അവർ പറഞ്ഞാൽ ആരും കേൾക്കാൻ പോണില്ല. രാജസ്ഥാനിലോ മഹാരാഷ്ട്രയിലോ പഞ്ചാബിലോ ഒന്നും വരുന്നവർക്കൊന്നും വോയിസ് ഇല്ല, അവരൊന്നും ഒന്നുമില്ല, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലെ ഒരു തമാശ, ഇപ്പം ഈ കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഉണ്ടായ ഒരു വലിയ തർക്കം കോൺഗ്രസുമായി ചേർന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു നിലപാട് കേന്ദ്ര കമ്മിറ്റി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയെന്നാണ് കേരള പാർട്ടി പറയുന്നത്. അതുകൊണ്ട് കേരളത്തിൽ സീറ്റ് കുറഞ്ഞു. ബംഗാളിൽ ഇന്ത്യ സഖ്യമായിട്ട് സഹകരിച്ച് കോൺഗ്രസുമായിട്ട് മുന്നണിയായിട്ട് മത്സരിച്ചു, ത്രിപുരയിൽ മുന്നണിയായിട്ട് മത്സരിച്ചു, തമിഴ്നാട്ടിൽ മുന്നണിയായിട്ട് മത്സരിച്ചു, രാജസ്ഥാനിൽ മുന്നണിയായിട്ട് മത്സരിച്ചു, ബീഹാറിൽ മുന്നണിയായിട്ട് മത്സരിച്ചു. പക്ഷെ അവിടെയൊക്കെ അവർക്ക് മെച്ചമുണ്ടായി. അവർക്ക് ബംഗാളിൽ ഒഴികെ എല്ലായിടത്തും മെച്ചമുണ്ടായി. തമിഴ്നാട്ടിൽ 2 സീറ്റ് ജയിച്ചു, രാജസ്ഥാനിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 സീറ്റ് ജയിച്ചു, ബീഹാറിൽ 1 സീറ്റിൽ മത്സരിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ പറയുന്നത്, കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി രാജസ്ഥാനിലും തമിഴ്നാട്ടിലൊക്കെ ജയിച്ചതിന് ശേഷം പറയുന്നത് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് നമ്മൾ തോറ്റുപോയി എന്നാണ്. അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പില് ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം, ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സഖ്യം എമർജ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യം. ആ രാഷ്ട്രീയ കാര്യത്തെയാണ് വിമർശിക്കുന്നത്. ഇതിലൊരു ഇരട്ടത്താപ്പുണ്ട്. ഇപ്പൊ സിംലയിൽ മുമ്പ് സീതാറാം യെച്ചൂരിയുടെ കൂടെയൊക്കെ SFIയുടെ നേതാവായിരുന്ന രാകേഷ് സിംഹ എന്ന് പറയുന്ന നേതാവുണ്ട്. രാകേഷ് സിംഹ അയാൾ അവിടെ MLA ആയിരുന്നു. അവസാനത്തെ തവണ അയാൾ MLA, CPM-ന്റെ MLA ആണ്, കേന്ദ്ര കമ്മിറ്റി മെമ്പറൊക്കെയാണ്. അപ്പൊ MLA ആയപ്പോൾ അയാൾ ജയിച്ചത് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയാണ്. കോൺഗ്രസിന്റെ പിന്തുണയോടെ സിംല സീറ്റിൽ ജയിച്ചു വന്നിട്ട് അയാൾ പാർട്ടി കോൺഗ്രസിൽ പ്രസംഗിച്ചത് കോൺഗ്രസുമായിട്ട് ഒരു ഐക്യവും പാടില്ല, കോൺഗ്രസിനെ തൊടാനേ പാടില്ല. അതാണ് ആത്മവഞ്ചന എന്ന് പറയുന്നത്. അപ്പൊ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസോട് സ്വന്തം സ്ഥാനാർത്ഥി നിർത്തി, രാകേഷ് സിംഹ 3ാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ പോയി, സീറ്റ് പോയി. ഇതാണ് ഇവരുടെ നിലപാട്. കോൺഗ്രസിന്റെ ആനുകൂല്യം നേടി ജയിച്ചു വരിക, പിന്നീട് കോൺഗ്രസ് മഹാകുഴപ്പമാണ്, നമ്മളായിട്ട് ചേരാൻ പാടില്ല എന്ന് പറയുക. ആ രാഷ്ട്രീയം ഇനി മുന്നോട്ട് പോകില്ല. അത് പ്രകാശ് കാരാട്ടിന്റെ രാഷ്ട്രീയമാണ്, സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയമല്ല. പക്ഷെ ഇത്തവണത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകാശ് കാരാട്ടിന്റെ ഈ രാഷ്ട്രീയം, പിണറായിന്റെ രാഷ്ട്രീയം വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അവർ രാജസ്ഥാനിലുള്ളവരും ബംഗാളിലുള്ളവരും ഒക്കെ ശബ്ദം ഉയർത്തിയിട്ട് നിങ്ങൾ ഈ പറയുന്ന അല്ല ശരി, ആ വിവരം വസ്തുതാപരമാണല്ലേ ഹരി? സത്യമാണല്ലേ? വസ്തുതാപരം. നിങ്ങൾ പറയുന്നതല്ല. നിങ്ങൾ അവിടെ വേറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ അഴിമതി പ്രശ്നമാണ്, മാഫിയവൽക്കരണ പ്രശ്നമാണ്, ജനങ്ങൾ അകന്നു പോകുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവർ കേരളത്തിൽ റിപ്പോർട്ട് തള്ളിയത്. കേരള കമ്മിറ്റി എഴുതിക്കൂട്ടിക്കൊണ്ടുപോയ റിപ്പോർട്ട് മതന്യൂനപക്ഷങ്ങളെ ഏകീകരിച്ചു, ജമാഅത്തെ ഇസ്ലാമി എതിർത്തു, SDP എതിർത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ റിപ്പോർട്ട്. മുസ്ലിം ലീഗ് എതിർത്തു. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും SDP മുസ്ലിം ലീഗും കൂടി ചേർന്നിട്ട് ഞങ്ങളെ തോൽപ്പിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ PDP INL എവിടെയായിരുന്നു? PDP INL വോട്ട് ചെയ്ത് LDF-നല്ലേ? LDF-ന്റെ സഖ്യകക്ഷികളല്ലേ PDP-യും INL. ജമാഅത്ത് ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ട്, PDP-ക്ക് എത്ര വോട്ടുണ്ട്? അപ്പൊ ഇത് ഒരു സിദ്ധാന്തം എഴുതുന്നത് ലോജിക്കില്ല. PDP-യുടെ INL-നെയും വോട്ട് വാങ്ങിയിട്ട് പറയാണ് SDP-യും ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം കൂടി മാത്രമല്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയും ഇടതുപക്ഷത്തിനായിരുന്നു പിന്തുണച്ചത്. അതും മറച്ചു വെക്കുകയാണ്. മുസ്ലിം CPM-ന്റെ കൂടെ ചേർന്നാൽ ഒരു മതേതര പാർട്ടിയാവും, പക്ഷെ കോൺഗ്രസിന്റെ കൂടെ ചേർന്നാൽ വർഗീയ പാർട്ടി. അതെന്താ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി, മതമൗലികവാദികളുടെ പാർട്ടി, ഭീകരവാദികളുടെ പാർട്ടി എന്ന് പറയാം. LDF-ലേക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷണിക്കുക. വന്നിട്ടില്ലെങ്കിൽ അവര് ശരിയല്ല, അവര് കുഴപ്പക്കാരാണെന്ന് പറയാം. ഈ തെരഞ്ഞെടുപ്പിലും അതാണ് ഉണ്ടായത്. LDF-ലേക്ക് 57 വർഗീയ കക്ഷി, 67 സാമുദായിക എന്താ പറയാ ക്ഷേമത്തിന്റെ കക്ഷി, മതേതര കക്ഷി. 87 ആകുമ്പോഴേക്കും അത് വർഗീയ കക്ഷി, വീണ്ടും വർഗീയ കക്ഷി. ഇപ്പോ ഇടയ്ക്ക് മതേതര കക്ഷിയാവും, ഇടയ്ക്ക് വർഗീയ കക്ഷിയാവും. ഈ INL വന്ന സമയത്തുണ്ടായ ഒരു തമാശ ഉണ്ട്. ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് അത് വലിയ ചർച്ചയാണ്. കാരണം INL സേട്ടു സാഹിബ് രൂപീകരിക്കുന്നത് സുർജിത്തുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ്. വെച്ചത് താർന്നതിന് ശേഷമുള്ള കാലത്ത് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയാണ് ആ പാർട്ടി ഉണ്ടാക്കുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ, കേരള സ്റ്റേറ്റ് കമ്മിറ്റി വരുമ്പോൾ വലിയ തർക്കമാണ്. അത് വർഗീയ കക്ഷിയാണ്, സേട്ടു വർഗീയവാദിയാണ് പറഞ്ഞ ചർച്ചയാണ്. അപ്പൊ ആ ചർച്ചയ്ക്കിടയ്ക്ക് ഒരു വലിയ നേതാവ്, മലപ്പുറത്തു നിന്നുള്ള മുതിർന്നൊരു നേതാവ് പറഞ്ഞു, നമ്മളിപ്പം അദ്ദേഹം ഉപയോഗിച്ച ഉപമ ഒരു നല്ല ഉപമയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മളിപ്പോ ഇന്ദുലേഖനെ കെട്ടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ കല്യാണിക്കുട്ടിയെ കെട്ടാൻ പോകേണ്ട കാര്യമില്ലല്ലോ, ഇന്ദുലേഖ വരട്ടെ. കല്യാണിക്കുട്ടിനെ INL കല്യാണിക്കുട്ടിയാണ്, ഇന്ദുലേഖ അപ്പുറത്ത് നിൽക്കുന്നത് ലീഗ് ഉണ്ട്, അവന് ലീഗ് കെട്ടിയ പോലെ. ഇതാണ് ഇവരുടെ സമീപനം. ഈ സമീപനം കൊണ്ടാണ്
മതനിരപേക്ഷതയെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ വർഗീയതയെ സമീപിക്കുന്നത്. ഇത് ശരിയല്ലല്ലോ. രാഷ്ട്രീയത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ലോജിക്ക് വെക്കണ്ട, ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈ കേന്ദ്ര കമ്മിറ്റിക്ക് ഇവരെ നിയന്ത്രിക്കാനുള്ള ശേഷി തൽക്കാലമില്ല. പക്ഷെ അവർക്ക് നിയന്ത്രിക്കേണ്ടി വരും. എന്താ വെച്ചാൽ അവരുടെ ഉത്കണ്ഠ ഇത് ബംഗാൾ പോലെ ആവുന്നില്ല. കേരളം ബംഗാളായി മാറുന്നുള്ളതാണ് അവരുടെ ടെൻഷൻ. അതോടുകൂടി ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് ഈ പാർട്ടി, ചരിത്രം സൃഷ്ടിച്ചൊരു പാർട്ടി ഇല്ലാതായി. അതാണ് അവരെ ഭയപ്പെടുത്തുന്ന കാര്യം. പക്ഷെ അവർക്ക് എത്രത്തോളം എന്നുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഈ പിണറായി വിജയനെ പോലുള്ള ആളുകളെ നിയന്ത്രിക്കാനുള്ള ശേഷി അവർക്കുണ്ടോ? അവരുടെ വലിയ സാമ്പത്തിക സാമ്രാജ്യത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള രാഷ്ട്രീയമായ ദാർഢ്യം കേന്ദ്ര കമ്മിറ്റിക്കും പൊളിറ്റ് ബ്യൂറോയ്ക്കും ഉണ്ടോ എന്നുള്ളത് അവർക്ക് തെളിയിക്കേണ്ടതാണ്, പ്രവൃത്തി കൂടെ തെളിയിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലേ ഹരി, ഒരു കാര്യം കൂടി എനിക്കറിയാൻ താല്പര്യമുള്ളത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ഉൾപ്പെടെ പിണറായി വിജയനെ മറികടന്ന് കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോയെയും ഇവരുടെ ഈ സതുദ്ദേശപരമായ നീക്കത്തിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ അല്ലെങ്കിൽ ഒരു 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 സോഷ്യൽ ഫാസിസ്റ്റ് കക്ഷിയാക്കി മാറ്റിക്കളഞ്ഞ കേരളത്തിലെ CPM-നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്കാനുള്ള യത്നത്തിൽ ആത്മാർത്ഥമായിട്ട് ഇപ്പോ യെച്ചൂരി ശ്രമം നടത്തുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെയായിരിക്കും യെച്ചൂരിയുടെ കൂടെ നിൽക്കാൻ, പിണറായിയുടെ കണ്ണുരുട്ടൽ ഭയപ്പെടാതെ എത്ര പേര് നിൽക്കാനുണ്ടാവും? കാര്യമായിട്ട് ആരും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പിണറായി ഉണ്ടാക്കിയിട്ടുള്ള ഭയത്തിന്റെ ഒരു അന്തരീക്ഷമുണ്ട്. ഭയത്തിന്റെ അന്തരീക്ഷം ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ, ഈ കഴിഞ്ഞ ഈ കാലത്ത് അതേതായി സൗകര്യങ്ങൾ, പാർലമെന്ററി സ്ഥാനങ്ങൾ, ഭരണത്തിലെ സ്ഥാനങ്ങൾ, ബാങ്ക്, അങ്ങനെയുള്ള ഇതൊന്നും ഒഴിവാക്കാൻ ആരും തയ്യാറാവില്ല. അത് അവര് സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ ദുർബലപ്പെടണമെന്ന് കാത്തിരിക്കല്ല. അത് ഫൈറ്റ് ചെയ്തിട്ട് ഒരാശയ സമരം നടത്തിയിട്ട്, രാഷ്ട്രീയ സമരം നടത്തിയിട്ട് പിണറായി വിജയനെ തോൽപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡസൻ പേര് പോലും സ്റ്റേറ്റ് കമ്മിറ്റി പോലും പറയില്ല. ജില്ലാ കമ്മിറ്റികളിൽ ചിലരൊക്കെ അഭിപ്രായം പറയുന്നത് അവർ തോറ്റുപോയതുകൊണ്ടാണ്, ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ വിഷമമുള്ളതുകൊണ്ട്, ഇത്രയും വലിയ തോൽവി ആയതുകൊണ്ട് ആണ് അവര് ശബ്ദം ഉണ്ടാക്കുന്നത്. ആ ശബ്ദം ഒന്നും മുകളിലേക്ക് എത്തൂല. ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലൊക്കെ ശബ്ദം ഉണ്ടാവും. അവർക്ക് താരതമ്യേന ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അവരുടെ കയ്യിൽ ചെറിയ കസേരകളേ ഉള്ളൂ. അത് അവർക്കൊരു ചർച്ച ചെയ്യുന്നതിന് പ്രശ്നമല്ല. ചർച്ച ചെയ്യും, തീരുമാനം എടുക്കുന്നതിലേക്ക് എത്തുക എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ ജനങ്ങളിൽ, അനുഭാവികളിൽ നിന്നും മെമ്പർമാരിൽ നിന്നും അതിരൂക്ഷമായ വിമർശനങ്ങൾ വരുന്നുണ്ട്, വലിയ പിന്തുണയുണ്ട്. അത് അടിത്തട്ടിൽ ഒരു ചലനം ഉണ്ടാകുന്നുണ്ട്. അതിലാണ് പ്രതീക്ഷ. അടിത്തട്ടിലെ ചലനങ്ങളിൽ നിന്നാണ് മുകളിലേക്കുള്ള ഒരു രാഷ്ട്രീയം പ്രസരിക്കുക. കാരണം അവർ മറ്റു രാഷ്ട്രീയമായിട്ട് ഏറ്റുമുട്ടുന്നതാണ്. അവർക്ക് BJP-കാരായിട്ടും കോൺഗ്രസ്സുകാരായിട്ടും ലീഗുകാരായിട്ടും ഒക്കെ രാഷ്ട്രീയം പറഞ്ഞ് നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് ശരിയായ രാഷ്ട്രീയം ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ രാഷ്ട്രീയം നിർത്തി പോകേണ്ടി വരും. അപ്പൊ അത് അടിത്തട്ടിലെ ചലനമാണ് യഥാർത്ഥത്തിൽ മാറ്റം വരും. അങ്ങനെ വരുമ്പോ ഹരി, ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി ഇവിടെ VS അച്യുതാനന്ദനെതിരായിട്ട് നടന്ന വലിയ മൂവ്മെന്റിന്റെ കാലത്ത് പാർട്ടി ഘടനയെ മറികടന്ന് ബഹുജനങ്ങൾ VS-ന് വേണ്ടി റാലി ചെയ്തതുപോലെ കേന്ദ്ര കമ്മിറ്റിക്ക് പിന്നിൽ കേരളത്തിലെ ബഹുജനങ്ങൾ പിണറായി വിജയനും ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിക്കും എതിരായിട്ട് അണിനിരക്കുന്ന ഒരു കാലം അനധിവിദൂരമായ ഭാവിയിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും കേരളത്തിലെ പാർട്ടി അനുഭാവികളിലും മെമ്പർമാരിലും ഒരു രാഷ്ട്രീയ ചർച്ച രൂപപ്പെട്ടു വന്നാൽ, ഇപ്പൊ ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താഴെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടാൽ അതൊരു രാഷ്ട്രീയവൽക്കരണം പാർട്ടിയിൽ സാധ്യമാക്കും. അടിത്തട്ടുന്ന രാഷ്ട്രീയവൽക്കരണം സാധ്യമാക്കും. നമ്മളതിനെ അടിത്തട്ടിലെ ഒരു ജനാധിപത്യവൽക്കരണം എന്നാണ് വിളിക്കേണ്ടത്. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ ദിവസം കേദാമോദരന്റെ ചരമദിനമാണ്. ഈ ഇന്ത്യയിലെ കേദാമോദരൻ മരിച്ച ദിവസമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ലക്കാരനായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്യപ്പെട്ട ഏറ്റവും മികച്ച മാർക്സിസ്റ്റ് ആയിരുന്നു. അവസാന കാലത്ത് അദ്ദേഹത്തിന് ഒരു പാർട്ടി ഉണ്ടായിരുന്നില്ല. അവസാന CPI-യിലായിരുന്നു. പക്ഷെ മരിക്കാനായ സമയത്ത് അദ്ദേഹം പാർട്ടിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവസാന കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ട്രോട്സ്കിസ്റ്റായ മാധ്യമപ്രവർത്തകനായ താരിഖ് അലിക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്. താരിഖ് അലി അതെ. അതിൽ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്, ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഏതൊക്കെ നിലയ്ക്ക് അത് മാറ്റം വരുത്തണം എന്നുള്ള, ജനാധിപത്യം എന്നുള്ള വാക്കിനെ കുറിച്ച്, അതിന്റെ സാധ്യതകളെ കുറിച്ച് ലോകത്തിൽ സോവിയറ്റ് യൂണിയന്റെ ഉൾപ്പെടെയുള്ള അനുഭവങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് കേദാമോദരൻ. അദ്ദേഹത്തിന് റഷ്യൻ ഭാഷ അറിയാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചർച്ച ചെയ്യുന്നതാണ്. CPI-ക്ക് ചർച്ച ചെയ്യാനുള്ള ശേഷിയില്ല. നമുക്കറിയാലോ, CPI എന്ന് പറയുന്നത് ക്ഷയിച്ചു പോയ ഇല്ലാണ്. പക്ഷേ അവിടെ ആരും ഉണ്ണികള് ഒന്നും ചെയ്യാനില്ല, കിട്ടുന്ന ഭക്ഷണം കഴിച്ചു കൂടുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. CPM പക്ഷേ കുറെ കൂടി അടിത്തട്ടിൽ ദൈക്ഷണികമായ സാധ്യതയുള്ള ഒരുപാട് സഹാക്കൾ പുറത്തു നിൽക്കുന്നു. അവരുടെ ഒരു മനോഭാവം, അവരുടെ ചർച്ച, അവരുടെ ഇടപെടൽ,
അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയവൽക്കരണം, അതിൽ നിന്ന് ചിലപ്പോൾ ജനാധിപത്യപരമായ ചില പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചേക്കാം. അതിലാണ് ഏക പ്രതീക്ഷ. തീർച്ചയായും കമ്മിറ്റികളിലല്ല, ഈ ജനാധിപത്യവൽക്കരണത്തിലാണ് പ്രതീക്ഷ. ഹരി കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചത് നന്നായി. തീർച്ചയായിട്ടും ഈ അടിസ്ഥാന വർഗത്തിന് വേണ്ടി ചിന്തിക്കുകയും രാജ്യത്തിന്റെ ഈ പണിയെടുക്കുന്നവന്റെ വിമോചന സ്വപ്നം കാണുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഒടുവിലത്തെ ഗതി കെ ദാമോദരന്റെ അവസാന കാലത്തെ നിലപാടിലേക്കായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന ഒന്ന്. രണ്ട്, ഇന്നത്തെ ഈ ചിന്താ വിഷയം ഏറ്റവും പുതിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഊന്നിക്കൊണ്ട് ഹരി നടത്തിയ ഈ പ്രഭാഷണം തീർച്ചയായിട്ടും കെ ദാമോദരൻ എന്ന മഹാജീനിയസിന്റെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും അടുത്ത ലക്കത്തിൽ തുടരാം, അല്ലെ ഹരി? ഓക്കെ, സന്തോഷം. നന്ദി ഹരി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.